എന്തിന് ആരോട് പറയാൻ? ജീവിതം അങ്ങനെ, ഇത് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ദുരന്തമാണ്. അതുകൊണ്ട് ഞാൻ ഒന്നിപ്പം നോക്കാറില്ല. തോന്നിയ പോലെ ജീവിക്കുക, അതൊക്കെ എന്തോ ആവട്ടെ. വലിയ വിഷമമാണ്, വലിയ സങ്കടമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് ഒരാൾ പോവുകയാണ്. ജീവിതത്തിൽ വലിയ പ്രയാസം വിഷമമൊക്കെ അനുഭവിച്ച് നിൽക്കുന്ന അയാൾക്ക് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗുരുവിനെ കണ്ടിട്ട് പ്രതിവിധി ചോദിച്ചിട്ട് ചെല്ലുന്നത്. അപ്പോൾ ഗുരു പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അതിലേക്ക് ഒരു പിടി ഉപ്പ്, ആ ഗ്ലാസ്സിൽ പകുതി ഗ്ലാസ്സിലെ വെള്ളം, അതിലേക്ക് ഒരു പിടി ഉപ്പിട്ടിട്ട് അത് കുടിക്കാൻ പറഞ്ഞു. കുടിക്കാൻ കഴിയുന്നില്ല. അധികം പരത്തി പറയേണ്ട ആവശ്യമില്ല. കുടിക്കാൻ കഴിയുന്നില്ല. അയാൾ തുപ്പി. വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുപോയി കയ്യിലുള്ള പിടി ഉപ്പ് കയ്യിൽ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ വലിയൊരു തടാകം കണ്ടു, കുളം, നല്ല വെള്ളം. അതിലേക്ക് ഉപ്പിടാൻ പറഞ്ഞു. അതിലേക്ക് ഉപ്പിട്ടു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അതിൽ നിന്ന് ഇനി ഒരു ഗ്ലാസ്സോ എത്ര വെച്ചാൽ വേണ്ട കുടിച്ചോളൂ, എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല, ഒരു പ്രശ്നമില്ല, വെള്ളം ധാരാളമായി കുടിക്കാൻ പറ്റുന്നു. ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ ദുഃഖം എന്ന് പറയുന്നത്. ഈ പിടി ഉപ്പ് പോലെ ദുഃഖവും സങ്കടവും ഒക്കെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. പക്ഷേ അത് നമുക്ക് കയ്പാവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ദുഃഖത്തെ വരുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന മനസ്സിൻ്റെ അകം നമ്മൾ ചെറുതായി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് വല്ലാതെ കയ്പായി മാറും. പക്ഷേ അതിനെ സ്വീകരിക്കാൻ പാകത്തിലേക്ക് മനസ്സ് വിശാലമാവണം. എന്നാൽ നമുക്കെന്ത് ചെയ്യും? ആ കുളത്തിൽ ഉപ്പിട്ടപ്പോൾ അതറിയാതെ, വെള്ളത്തിൽ ലയിച്ചതറിയാതെ പോയതുപോലെ നിൻ്റെ മനസ്സിനെ നിനക്ക് വിശാലമാക്കാൻ കഴിയില്ല. എങ്ങനെ മനസ്സിനെ വിശാലമാക്കുക? നീ ചെയ്യുന്ന നന്മകളാണ്. നീ ചെയ്യുന്ന നന്മകളും നീ ചെയ്യുന്ന ഉപകാരങ്ങളും നിൻ്റെ മനസ്സിനെ കുറച്ചുകൂടിയും ക്രിയേറ്റീവായിട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ നിനക്കത് ഓവർകം ചെയ്യാനുള്ള ഒരു സിദ്ധി അതിലൂടെ കിട്ടുമെന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. ഇത്രയേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വിഷമവും ദുഃഖങ്ങളും ഇല്ലാതെ ഇതിപ്പോൾ പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ലൈഫിൽ എപ്പോഴും ഇങ്ങനെയൊക്കെ വിഷമങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ എവിടെയാണ് ഇതിനെ അതിജയിക്കുന്നത്, നമ്മളതിനെ ആ പ്രയാസങ്ങളൊക്കെ ഓവർകം ചെയ്യുന്നത് ഏതൊരു മാനസികാവസ്ഥയിലൂടെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞു വന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളൊക്കെ തട്ടിവെച്ചിട്ടും നമ്മുടെ മനസ്സിൻ്റെ വിശാലത എത്രമാത്രമുണ്ട് എന്നതിനൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഇത് നിലകൊള്ളുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചിന്തയിലേക്ക്. അതിലേക്ക് ഇനി നമുക്ക് എന്തൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഷുക്കൂർ അൻസാരി പറയും. തീർച്ചയായിട്ടും അതിലേക്ക് ചേർത്ത് വെക്കാനുള്ളത് നമ്മുടെ മനസ്സ് വിശാലമാക്കുക. അതിൻ്റെ ഒരു വലിയ സാധ്യത നമ്മുടെ വിശ്വാസത്തിലാണ്. ഇങ്ങനത്തെ പരീക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും വരുമ്പോൾ അതിനെ അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ, അഥവാ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ആ പ്രയാസം വന്നാൽ അതിൽ നിന്ന് ഒരു ബെനിഫിറ്റും ഇല്ല. ഒരു പ്രയാസം വന്നാൽ അതിനെ പൂർണ്ണമായി അംഗീകരിച്ച് മനസ്സിലുണ്ട് എടുത്തിട്ട് അതൊരു പ്രയാസമല്ല, നാളെ പരലോകമുണ്ട്, ഇതൊരു ക്ഷമ അതിൽ പ്രധാനപ്പെട്ട. തീർച്ചയായിട്ടും. അപ്പം മനസ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് വിപത്തുകൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും, ഇല്ലാത്തൊരാൾക്ക് പിന്നെ എന്തിനാ അയാൾ ക്ഷമിക്കണമെന്നാണ്. ക്ഷമിച്ചുകൊണ്ട് ഇപ്പം എന്താ പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും നന്മ ചെയ്തുകൊണ്ട് എന്ത് കാര്യം? ഇപ്പം ഇന്നലെ ഒരു ബസ്സിൽ വെച്ചൊരു പ്രയാസം ഉണ്ടായി ഒരാൾ. അപ്പോൾ അതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു. പിന്നെ പ്രതിവിധി ആത്മഹത്യയാണ്. വിഷമങ്ങൾക്ക് മുമ്പിൽ പിന്നെ പ്രതിവിധി ആത്മഹത്യയാണ്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതിവിധി, അവന് ഇത് ഇറക്കി വെക്കാൻ, ഈ വിഷമങ്ങൾ ഇറക്കി വെക്കാൻ ഒരിടമുണ്ട്. തൻ്റെ റബ്ബ് തന്നെ കേൾക്കും. തൻ്റെ വിഷമങ്ങൾ താൻ ആകാശത്തേക്ക് മാനത്തേക്ക് കൈ ഉയർത്തിയാൽ അത് സിഫറാക്കിക്കൊണ്ട് റബ്ബ് അത് മടക്കില്ല, പൂജ്യമാക്കിക്കൊണ്ട് ഒന്നും തരാതെ മടക്കൂല. അപ്പോൾ ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിനെ വിശാലമാക്കും. അതാണ് നമ്മുടെ മനസ്സ് വിശാലമാവണം. അത് എവിടുന്ന് കിട്ടുന്നതാണ് ചോദ്യം. അത് റബ്ബിലുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക. അതൊരു ഭയങ്കര കാരണം അത്രമേൽ പ്രതിസന്ധികൾ അനുഭവപ്പെട്ട ഒരാൾ ജീവിതത്തെ എങ്ങനെയാണ് ആ മനസ്സിൻ്റെ വിശാലത കൊണ്ടാണ് റസൂലിനത് കഴിഞ്ഞത് എന്ന് പറഞ്ഞു. ആ വിശാലത കിട്ടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖുർആൻ തന്നെ പറയുന്നില്ല, നിങ്ങൾക്ക് ഇസ്ലാം കൊണ്ട് മനസ്സ് വിശാലമാവണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളാണ്, നമുക്ക് എത്രമാത്രം നമ്മൾ മനസ്സ് വിശാലമാവുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ നമ്മുടെ എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഭാരം വന്നാൽ നമുക്ക് എന്തായിരിക്കും? മനസ്സമാധാനം ഉണ്ടാവും, കൈപ്പായി അനുഭവപ്പെടില്ല. എന്നെ പരീക്ഷിച്ചത് അല്ലേ, കാലിലൊരു മുള്ള് തറക്കുന്നത് പോലും പുണ്യം കിട്ടുമെന്ന് വിചാരിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ ആ വിശ്വാസം വേണം. അപ്പോൾ മനസ്സ് നന്നായി എന്ത് ചെയ്യും? വിശാലമാകും. റഹ്മാനെ റബ്ബ് അത്തരത്തിലുള്ള ഒരു മനസ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യട്ടെ,
നൽകട്ടെ എന്നും കൂടെ ഈ നമുക്ക് ദുആ ചെയ്യാം. അല്ല, ഈ ദുഃഖവും സങ്കടവും എന്നൊക്കെ ഉള്ളത് മനുഷ്യന് ഉള്ള ഒന്ന് തന്നെയാണ്. സങ്കടപ്പെടാതിരിക്കുന്ന ഒരവസ്ഥ ഒരു മോമിന് ഒരിക്കലും ഉണ്ടാവില്ല. സങ്കടങ്ങളൊക്കെ വരും. പക്ഷേ ഈ സങ്കടങ്ങൾ കൊണ്ട് ജീവിതം തകരുന്നതും സങ്കടങ്ങൾ ഓവർകം ചെയ്യാൻ കഴിയാതെ അത്രമേൽ പ്രയാസപ്പെട്ട അവസാനം അവരുടെ ജീവിതം ഒരു ദുരന്തപൂർണ്ണമാവുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക എന്നുള്ള പ്രധാനം. ഇപ്പോൾ യാക്കൂബ് നബി ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു, കരഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ യാക്കൂബ് നബി ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഒരു ആ വാക്കുണ്ടല്ലോ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. വബസ്സി വഹുസ്നി അല്ലേ ഇലല്ലാ. ഇലല്ലാ. അത് അവിടേക്കാണ്. പക്ഷെ പലപ്പോഴും അത് ആളുകൾക്ക് കിട്ടാറില്ല. അപ്പം അതുകൊണ്ടാണ് ലഹരികളിലേക്ക് പോകുന്നത്, അതുകൊണ്ടാണ് വഴിവിട്ട മാർഗങ്ങളിലേക്ക് പോകുന്നത്, അതുകൊണ്ടാണ് ജീവിതം ഇനി ഇതൊന്നുമില്ല. പല കമൻറ്റുകളൊക്കെ വാട്സപ്പിൽ അല്ല ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ അടിയിൽ കമൻറ്റ്, എന്തിന് ആരോട് പറയാൻ, ജീവിതം അങ്ങനെ, അത് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ദുരന്തമാണ്, അതുകൊണ്ട് ഞാൻ ഒന്നിപ്പം നോക്കാറില്ല, തോന്നിയ പോലെ ജീവിക്കുക, അതൊക്കെ എന്തോ ആവട്ടെ എന്നുള്ള കമൻറ്റുകളൊക്കെ പലതും ഇങ്ങനെ കാണുമ്പോഴേ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അവിടെ മനസ്സിലാവും. ഓക്കെ, നമ്മളൊരു ഗ്ലാസ്സിലെ വെള്ളമാവാതെ ഒരു പുഴയായി, വിശ്വാസത്തിൻ്റെ ഒരു പുഴയായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഗ്ലാസ്സിലെ വെള്ളത്തെ നമ്മുടെ വിശ്വാസത്തോട് നമ്മൾ എന്ത് ചെയ്യുക, ഉപമിക്കുക. ഗ്ലാസ്സിലെ വെള്ളമാണോ അത്രേ ഉള്ളൂ നമ്മുടെ വിശ്വാസം, എന്നാൽ അത് കയ്പുള്ളതായി പ്രയാസമുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മളെ വിശ്വാസം അതൊരു പുഴയാണെങ്കിൽ, നദിയാണെങ്കിൽ അവിടെ നമുക്ക് പ്രയാസങ്ങൾ എന്തായിരിക്കും, ഒന്നും ഉണ്ടാവില്ല. ലയിച്ചു പോവും. എല്ലാം പിന്നെ പ്രയാസങ്ങൾ നീക്കി തരുമാറാകട്ടെ.